ഇനി കാളികാവിന്റെ വർണ്ണങ്ങൾക്ക് പുതുശോഭ പകരും ഇവർ. വാത്മി ഡിസൈൻസ്, the multi-brand store, Arrivals Men Apparels, Old Bridge, വണ്ടൂർ റോഡ്, കാളികാവ്. ചാലിയാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാശം വിതച്ച അക്രമകാരികളായ കാട്ടാനകളെ 12,000 വനത്തിലേക്ക് കയറ്റിവിടും. എടവണ്ണ റേഞ്ച് ഓഫീസർ സലീമിന്റെ അധ്യക്ഷതയിൽ ചാലിയാർ പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. പക്ഷേ രണ്ടാമത് പറഞ്ഞൊരു കാര്യം നമുക്ക് ഇനി ശ്രമിക്കാം. കഴിഞ്ഞ പ്രാവശ്യം തെളിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് പറയുന്നത്. അതിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഏറ്റവും നല്ലൊരു ഗ്രൂപ്പിനെ തന്നെ തയ്യാറാക്കിയിട്ട് ആന നമുക്ക് 12,000-ലേക്കോ 3,000-ലേക്കോ മാക്സിമം ദൂരം ഞങ്ങൾ ഇവിടെ നടത്തിയ ശ്രമം നടത്തി. ഓടക്കായ ഭാഗത്ത് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് പിന്നെ കുറെ ആ ഭാഗത്ത് പ്രശ്നങ്ങൾ കുറക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഓടിക്കുകയും സെയിം ടൈം ഏതൊക്കെ ഭാഗങ്ങളിൽ എത്ര കിലോമീറ്റർ ഫെൻസിങ്ങിന് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് എത്ര ഉണ്ട് അത് വെച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് പഞ്ചായത്തിന്റെ ഫണ്ട് ഇപ്പോൾ 100 കോടി കൊടുത്ത കഥ പറഞ്ഞു. അതുപോലെ കൃഷി വകുപ്പിന് ഇതിൽ ഫണ്ട് ഉണ്ട്, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ഉണ്ട്. ഈ ഫണ്ട് മൊത്തം ഏകോപിപ്പിച്ച് നമുക്ക് എത്ര ഫണ്ട് വെച്ചിട്ട് നമുക്ക് പ്രൊജക്ട് വെക്കാം, അത് വെച്ച് എത്ര സ്പീഡ് ഇത്ര മാക്സിമം ആയിട്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഇൻഷാല്ലാ നമുക്ക് ആ കാര്യം കൂടി ഈ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുള്ളൂ. എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം DFOക്ക് വേണമെങ്കിൽ നമുക്ക് DFOനെ ഒന്നുകൂടി ഈ കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഫെൻസ്, നിലവിലുള്ള ഫെൻസിന്റെ കേസിൽ ഈ വിഷയം ഞങ്ങൾ പറഞ്ഞു ഓൾറെഡി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലായിടത്തും ഇപ്പോൾ 3.5 കിലോമീറ്റർ 25 ലക്ഷം റുപ്യ മുടക്കിയിട്ട് ആ സാധനം ഇവിടുന്ന് ആൾക്കാർ കട്ടുണ്ടേ. ഇത്രയും വൈകാരികമായി പറഞ്ഞ ഒരാൾ പോലും അതിനെക്കുറിച്ചിട്ട് ആരും ഒന്നും മിണ്ടി കേട്ടില്ല. 25 കിലോമീറ്റർ ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഫെൻസിങ്ങിന്റെ ഏതാണ്ട് 20 മീറ്ററോ 30 മീറ്ററോ കമ്പി ഇവിടുന്ന് ആൾക്കാർ കട്ടുണ്ട്. ഞാൻ പോലീസ് കേസും കിടക്കുന്നുണ്ട്, ഞങ്ങൾ അന്വേഷണം എടുക്കുന്നു. അപ്പം നമ്മൾ ഈ കാട് പിന്നെ ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗവൺമെന്റിന്റെ പോളിസി എന്താ വെച്ചാൽ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഉണ്ടാകും. സോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ അവനാന്റെ പറമ്പിന് മുറ്റത്ത് കൂടിയാണ് ഈ സാധനം പോകുന്നത്. സ്വന്തം പറമ്പിന് മുറ്റത്ത് പറമ്പ് പോകുന്ന പോലെ ആ പറമ്പിന് ചുവടുള്ള കാട് ഒന്ന് വീശണം, അതിന് പോളിസിയായി ഫണ്ട് തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. സർക്കാർ എന്ന് പറയുന്നത് നമ്മളെ ആൾക്കാരാണ്, നമ്മളാണ് സർക്കാർ, അത് നിങ്ങൾക്കറിയാലോ. ജനങ്ങൾ പറയുന്നതിന്റെ പ്രതിനിധികളായിട്ടാണ് സർക്കാർ പറയുന്നത്. ഞങ്ങൾ സർക്കാരിന് പറയുന്നത് പറഞ്ഞാൽ അത് ഉദ്യോഗസ്ഥർ പറയുന്നത് പറഞ്ഞാലും ജനങ്ങൾ പറയുന്നതും ഒരൊറ്റ ഭാഷയാണ്. ഈ നമ്മുടെ വികാരങ്ങൾ മാത്രം ഉദ്ദേശിച്ച പ്രാക്ടിക്കൽ. ഇപ്പോൾ എൻ്റെ പറമ്പിന് മുറ്റത്തിൽ കൂടി ഒരു കമ്പി പോകുന്നുണ്ടെങ്കിൽ ആ പറമ്പിന്റെ സൈഡിൽ ഒരു കത്തി എടുത്തിട്ട് വള്ളി കയറാൻ ഒന്ന് വീശാൻ പറഞ്ഞാൽ അതിന് എന്താണ് അപ്രായോഗികത എന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. സർക്കാർ അതാ പറയുന്നത്. അതിന് പേടി. ചൊവ്വാഴ്ച രാവിലെ ദൗത്യം ആരംഭിക്കും. അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ, RRT, നാട്ടുകാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ ദൗത്യത്തിൽ പങ്കുചേരും. 12,000 വനമേഖലയിലേക്ക് അക്രമകാരികളായ ആനകളെ കയറ്റിവിടും. വനത്തിലെ അമ്പുമല, വെറ്റിലക്കൊല്ലി, പാലക്കയം നഗരങ്ങളിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ഭീഷണിയാകാത്ത വിധമായിരിക്കും ആനകളെ കാടുകയറ്റുക. 2023-ൽ കാട്ടാനകളെ കാടുകയറ്റിയിരുന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ ജനവാസ മേഖലകളിലേക്ക് തിരിച്ച് എത്തിയ സാഹചര്യമുള്ളതിനാൽ ആനകളെ മയക്കുവെടിവെച്ച് പിടികൂടി ലോറിയിൽ കയറ്റിക്കൊണ്ടു പോകണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഒന്നിൽ കൂടുതൽ ആനകൾ ഉള്ളതിനാൽ മയക്കുവെടി വയ്ക്കുക സാധ്യമല്ലെന്ന് റേഞ്ച് ഓഫീസർ അറിയിച്ചു. ഇതേ തുടർന്നാണ് കാട് കയറ്റുക എന്ന പൊതു തീരുമാനത്തിലേക്ക് എത്തിയത്. യോഗത്തിൽ വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. ജനവാസ മേഖലയോട് ചേർന്ന് വനം വകുപ്പ് നിർമ്മിച്ച കുളം വേണമെങ്കിൽ മണ്ണിട്ട് മൂടാമെന്ന് വനപാലകർ യോഗത്തിൽ ഉറപ്പു നൽകി. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനത്തിന് സമാനമായ തീരുമാനം എടുക്കണമെന്നും ചിലർ ചാലിയാർ പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടു. കാട്ടാനകളെ തടയാൻ സോളാർ വൈദ്യുത വേലികൾ ഫലപ്രദമല്ലെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു. വനംവകുപ്പ് 10 പരിപാടികൾ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ നടപ്പിലാക്കി വരുന്നതായി വനപാലകർ പറഞ്ഞു. ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നതോടെ ജലലഭ്യത കൂടിയെന്നും ചാലിയാറിന്റെ തീരത്ത് ഇപ്പോൾ 6 ആനകൾ സ്ഥിരമായിട്ടുണ്ടെന്നും വനപാലകർ പറഞ്ഞു. വീട്ടുമുറ്റത്തേക്ക് കാട്ടാനകൾ എത്തിത്തുടങ്ങിയതോടെ രാത്രിയിൽ വീട്ടുമുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കൃഷി നശിപ്പിക്കുന്നതിന് നഷ്ടപരിഹാരമില്ലെന്നും കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. യോഗത്തിൽ DFO എത്താത്തതിൽ പ്രതിഷേധമുണ്ടായി. പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. മനോഹരൻ, വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോണിയിൽ സുരേഷ്, ബീന ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VK മുഹസിൻ, പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.